MyG presents Tamasha Bazaar, powered by Jipro Amazing Ceiling Designs. ലുക്കിലാണല്ലോ നല്ല ബുദ്ധിയാണ്. നിങ്ങൾക്കറിയോ, അങ്ങ് ദുബായിൽ 11 അടി ഉയരത്തിൽ ഒട്ടകത്തിന്റെ പുറത്ത് 7 സാരി വെച്ച് പല സർന്ന് കറക്കുന്ന പണിയാ. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവതാർ. എന്റെ ചാകപ്പാപ്പയുടെ മകൻ ഇങ്ങനെയൊന്നല്ല. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി ഞാൻ തകർക്കും, അത് ഞാൻ പൊളിക്കും. എന്നാ ഞാനത് കലക്കും. കാലവാരി അലക്ക ഞാൻ പറഞ്ഞത് കേട്ടാ. ഇതുവരെയായിട്ട് അവിടെ ഒരു അന്യപുരുഷന്റെ മുഖത്ത് അവള് നോക്കിയിട്ടില്ല. എത്ര വലിയ ഹർത്താൽ വന്നാലും ബന്ധു വന്നെന്ന് പറഞ്ഞാലും കടയുടെ പുറകെ കൂടെ ചെറിയ കച്ചവടമൊക്കെ നടക്കും. ഇവിടെ കിടക്കാൻ സമ്മതിക്കല്ല, അവിടെ കാണും പോയി കിടക്കും. ചക്രവർത്തിനി നിനക്കു ഞാൻ എന്റെ ശില്പഗോപുരം പുഷ്പപാദുകം പുറത്തു വയ്ക്കുമേ നഗ്നപാതയായി അകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാൻ എന്റെ ശില്പഗോപുരം പുഷ്പപാദുകം പുറത്തു വയ്ക്കുമേ നഗ്നപാതയായി. നിനക്കറിയാമോ, പഴയ പാട്ടുകളുടെ ഈണങ്ങളും വരികളും ചുണ്ടിന്നും മനസ്സിന്നും അങ്ങോട്ട് പോവൂല. പണ്ടൊക്കെ നമുക്കൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പാട്ട് കേട്ടാ മതി, നമ്മുടെ ആ ടെൻഷൻ അങ്ങോട്ട് അലിഞ്ഞ് ഇല്ലാതായി പോകും. അപ്പൊ ഇപ്പോഴോ? ഇപ്പോഴത്തെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ഇല്ലാത്ത ടെൻഷൻ ഉണ്ടായി വരും. അറിയാമോ നിനക്ക്? അത് നിങ്ങൾ ഈ പഴയ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ടാ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്ക്. എന്നെ പോലെ ന്യൂ ജനറേഷൻ ആവരോ? നീ ന്യൂ ജനറേഷൻ ആണ്. പിന്നെ അല്ലാണ്ട് എന്റെ അപ്പൂപ്പന്റെ പ്രായം ഉണ്ടോ അവന്? എന്നിട്ട് അവൻ ന്യൂ ജനറേഷൻ ആണെന്ന്. നിങ്ങൾ പഴഞ്ചനാ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സ്പീഡാ, കംപ്ലീറ്റ് സ്പീഡ്. എങ്ങനെ സ്പീഡ്? പണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു ലെറ്റർ അയച്ചാൽ എത്ര ദിവസം കൊണ്ട് കിട്ടും? ഇതിനൊരാഴ്ച എടുക്കും. ഒരാഴ്ചയല്ലേ? ഇപ്പൊ ഒന്നും വേണ്ട, വാട്സാപ്പിൽ 4 സെക്കൻഡ് മതി, മെസ്സേജ് എത്തിയില്ലേ? ഇപ്പൊ ബൈക്കിന്റെ സ്പീഡിൽ നിങ്ങൾ എത്ര പോക്ക് സ്പീഡിൽ? പണ്ടെത്ര? പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60-65 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ മാക്സിമം. ഇപ്പം ഭയങ്കര സ്പീഡല്ലേ? ഒരു 110 കിലോമീറ്റർ സ്പീഡിലല്ലേ നമ്മൾ പോകുന്നത്? 110 കിലോമീറ്റർ സ്പീഡിലാണെങ്കിൽ തിരിച്ചു വരുന്നത് 108ന്റെ ആംബുലൻസിൽ കയറിയാണെന്ന് മാത്രം. അതാണ് ഇപ്പോഴത്തെ വ്യത്യാസമുള്ളത്. മുതലാളിയോട് പറഞ്ഞിട്ട് കാര്യമില്ല മുതൽ. നീ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ന്യൂ ജനറേഷൻ ഇതുമായിട്ട് നീ എന്താണ് രാവിലെ മുതലാളിയും തൊഴിലാളിയും കൂടെ ഒരു സംവാദം? ഞങ്ങള് ചുമ്മാ ജനറേഷന്റെ കാര്യം പറഞ്ഞാണ്. ഇവൻ ന്യൂ ജനറേഷനെ കുറിച്ച് ഭയങ്കരമായിട്ട് പൊക്കിയടിക്കണേ. എന്താണ് ന്യൂ ജനറേഷന് ഒരു കുഴപ്പം? അതേ വന്നു ന്യൂ ജനറേഷൻകാരി. പഴയ കാലഘട്ടമാണ് ശരി എപ്പോഴും നല്ലത്, അറിയില്ലേ? എന്താണ് അത്ര വലിയ പ്രശ്നം? എന്താണ് ഇപ്പൊ ന്യൂ ജനറേഷന്? ഇന്നത്തെ പോലെ അല്ല, പണ്ടത്തെ കാലഘട്ടക്കാര് ഇന്നത്തെ പോലെ ദൂരത്തില്ലായിരുന്നു. എല്ലാം വളരെ കുറച്ച് പിടിച്ച് ഉപയോഗിക്കുള്ളൂ. വെള്ളമാണെങ്കിലും കറണ്ട് ആണെങ്കിലും വെളിച്ചമാണെങ്കിലും എന്തിന് ഭക്ഷണമാണെങ്കിലും ഞങ്ങളൊക്കെ കുറച്ച് ഉപയോഗിക്കുള്ളായിരുന്നു. പാപ്പച്ചന്റെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ന്യൂ ജനറേഷൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങൾ എല്ലാ സാധനങ്ങളും വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. ഒന്ന് നോക്കിപ്പോ ഭക്ഷണം ഞങ്ങൾ വളരെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ, വളരെ കുറച്ച് കഴിക്കാറുള്ളൂ. ഡയറ്റിംഗ് കേട്ടിട്ടില്ലേ? അതുപോലെ വെള്ളം വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. ആരും കുളിക്കാറില്ലല്ലോ. അതാണ്. പിന്നെ വസ്ത്രം വളരെ കുറച്ചല്ലേ? ഇപ്പൊ തന്നെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? മുട്ടിമ തുണിയില്ല, ഈ തോളത്തു തുണിയില്ല, ഒരിടത്തും തുണിയില്ല. ഇത് നിങ്ങൾക്ക് വിവരമില്ലാത്തോണ്ടാണ്. ഇത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. ഇതാണോ ട്രെൻഡ്? പണ്ട് നിങ്ങൾക്ക് അറിയാമോ, ഞങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോ മൂട് കീറിയ ഒരു പാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ പോകാൻ മടിയായിരുന്നു, മറ്റുള്ളവർ കളിയാക്കും. അങ്ങനെയല്ല, മൂട് കയറിയ പാന്റ് ഇല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോവില്ല. അതാണ് വ്യത്യാസം. കാലം മാറുന്നതനുസരിച്ച് കോലം മാറണം. കോലം മാറണം, പക്ഷെ ഇതുപോലെ കോലം കെട്ടലുകളാവരുത്. എനിക്കതേ പറയാനുള്ളൂ. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ജോലിയേ ഇല്ല. ഈ മോള് മൊത്തം നിങ്ങളെ കറങ്ങി ചുറ്റി അടിച്ച് എൻജോയ് ചെയ്തോ. ഭയങ്കര ഫോമിലാണല്ലോ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അതെ, ബേബിച്ചൻ ഇന്ന് കടയിൽ വരില്ല. എന്റെ സന്തോഷം മുഖത്ത് കാണാനുണ്ട്. അയ്യോ
ബേബിച്ചനെന്ത് പറ്റി? ബേബിച്ചനെ നല്ല പനിയാ, അത് കാരണം വീട്ടിലോ. ചുമ്മാ പറ, ബേബിച്ചന് നല്ല പണി കൊടുത്ത് വീട്ടിലിരുത്തിയേക്കുക. അയ്യോ അങ്ങനെയല്ല, ബേബിച്ചന് ശരിക്കും പനിയാ, കിടക്കുവോ. ആ പിന്നെ ഇങ്ങനെ മാടുപോലെ പണിയെടുത്ത് ആർക്കാ പനി പിടിക്കാതിരിക്കണത്? ശരിയാ. എപ്പോഴെങ്കിലൊക്കെ ഇച്ചിരി റെസ്റ്റ് കൊടുക്കണം എന്റെ ഹണി. പിന്നെ അങ്ങനെയൊന്നുമല്ല, ഞാൻ എന്റെ ഭർത്താവിനെ നല്ല പോലെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ ഓവറായിട്ട് പണിയൊന്നും കൊടുക്കാറില്ല, കുറച്ചൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണാറുണ്ട്. അല്ല, നിങ്ങളിങ്ങനെ സ്നേഹിച്ചിട്ട് ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ താമസിച്ചാ മതിയോ? ഒരു ചെറിയ ഒരു കുഞ്ഞിക്കാല് ഇങ്ങനെ ഓടി അത് ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ടെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഇപ്പൊ വേണോന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ തരാൻ ബേബിച്ച മജീഷ്യൻ ഒന്നും അല്ലല്ലോ. ഇതിനൊക്കെ കുറച്ച് സമയമൊക്കെ എടുക്കും, ഒരു 10 മാസം മിനിമം വേണം. അയ്യോ ജെനി, അതല്ല, ഒരു 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ബ്രഷ് മേടിച്ചു വെച്ചോ. എന്തിനാണ്? മൂക്കി പല്ല് വരുമ്പോ തേക്കാം. ഇത്രയും പ്രായമായി, എന്നിട്ട് പിന്നെ 2 വർഷത്തേക്ക് മാറ്റി വെക്കണം, വേറെ പണി. അതൊക്കെ വിട്. അയ്യോ പിന്നെ ഉണ്ടല്ലോ, ഇന്നലെ ഞാനും ബേബിച്ചിനും കൂടെ കായംകുളം കൊച്ചുണ്ണി കാണാൻ പോയിരുന്നു. കണ്ടായിരുന്നോ? അയ്യോ എന്നാ അടിപൊളി പടമായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ 32,000 രൂപ ചെലവായി. ശരി, നാട്ടുകാരെയും കൂട്ടിട്ടാണോ പോയത്? അയ്യോ ഇല്ലില്ല, ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 പേർക്ക് സിനിമ കാണാൻ 32,000 രൂപയോ? എന്റെ ഹണി, തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ തള്ളണ്ടേ? ആ തിയേറ്റർ എങ്ങാനും ഒടിഞ്ഞ് താഴെ വീണാലോ? അയ്യോ അതല്ല, ഞങ്ങളുണ്ടല്ലോ കായംകുളം കൊച്ചുണ്ണി കണ്ടോണ്ടിരിക്കുവായിരുന്നു. അതിന്റെ അകത്ത് കള്ളനാണല്ലോ പുള്ളി, കായംകുളം കൊച്ചുണ്ണി. പുള്ളിയാണെങ്കിൽ ഒരു സീനില് കക്കാൻ പോകുന്ന സീനാണ് ഞങ്ങൾ ആ കണ്ടോണ്ടിരുന്നത്. അപ്പൊ തന്നെ എന്റെ പുറകിലിരുന്ന ആരോ എന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാലയിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് വലിച്ചോണ്ടേ ഇരിക്കുവായിരുന്നു. അയ്യോ, എന്നിട്ട് ബേബിച്ചനെ എല്ലാരും വിളിച്ച് അലമ്പാക്കി പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ഇല്ല, കൊച്ചുണ്ണിയോടുള്ള സ്നേഹവും ആരാധനയും മൂത്ത് ഞാൻ ഈ കള്ളനോടങ്ങ് കണ്ണടച്ചെന്നേ. അല്ല, ഞാൻ ആലോചിക്കണതേ, ടിജിയുടെയും ബാലൻകാരുടെ ഒക്കെ പടം ഈ കാലഘട്ടത്തിൽ ഇറങ്ങാഞ്ഞത് ഭാഗ്യം. അല്ലെങ്കിൽ ഉള്ള അവരോടുള്ള ആരാധന മൂത്ത് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഞാൻ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങൾ വെറുതെ ചങ്ക് ബ്രോയാ ചങ്ക ഇതെന്ത് സാധനം? വന്നേ. അയ്യോ, കൊച്ചിന്റെ ബ്രദർ മിസ്സിംഗ് ആണെന്ന് തോന്നുട്ടാ. മോനെ എന്താ? എന്റെ ബ്രോനെ കാണാനില്ല. ഈ ചങ്കർ ബ്രോ ബ്രദറാ? അല്ല, എന്റെ ഫാദറാ. ബ്രോന്ന് വിളിച്ചത്. മോനെ ഫാദറിനെ പപ്പ എന്നല്ലേ വിളിക്കേണ്ടത്? അതെ, പപ്പ എന്ന് വിളിച്ച ലിപ്സ്റ്റിക് വിളകും ആന്റി. ആ, നിങ്ങളെയൊക്കെ വിറ്റ സാധനമാണ് അവള്. അത് ശരിയാണ്. അയ്യോ, അയ്യോ. മോനെ തെറ്റിപ്പോയി. യോ യോ നല്ല കരയണ്ടേ? അയ്യോ അയ്യോ അതെ. അതൊക്കെ ഓൾഡ് ആന്റി. ഇപ്പൊ ന്യൂ ജനറേഷൻ. അയ്യോ അയ്യോ, മിടിക്കുക. എന്റെ ദൈവം, ഇതിന്റെയൊക്കെയുള്ള തല പൊങ്ങി വന്നത് ഈ കാലഘട്ടത്തിലൊക്കെ എങ്ങനെ ജീവിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളെക്കാളും ചെറിയ ന്യൂ ജനറേഷൻ. നിന്റെ ന്യൂ ജനറേഷൻ. എനിക്ക് എന്റെ ഫ്രീക്കച്ചനെ കാണണം. അതെ, അതെന്ത് സാധനം? പള്ളിയിലച്ഛൻ മുത്തച്ഛൻ്റെ ഒക്കെ കേട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ ഈ ഫ്രീക്കച്ഛൻ? അയ്യോ, ഇത് അതൊന്നും അല്ല. ന്യൂ ജനറേഷനിൽ പെട്ട അച്ഛനെ കിട്ടി എന്നാണ് കൊച്ചു ഉദ്ദേശിച്ചത്, അല്ലാതെ വേറൊന്നുമല്ല. മോനിക്ക് വന്ന് നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കാം. മോൻ അവസാനമായിട്ട് എവിടെ വെച്ചാണ് നമ്മുടെ ഫ്രീക്ക് അച്ഛൻ കളഞ്ഞു പോയത്? ഞങ്ങൾ മോർണിംഗിന് വാക്കിങ്ങിന് വന്നപ്പോ ഇവിടെ എത്തി. പിന്നെ മാളിലെത്തിയപ്പോ ആകെ സീനായി. എന്നിട്ട് ഞാൻ മോളില് ബർഗർ ഷോപ്പിൽ നിൽക്കുമ്പോ ജാങ്കോ അങ്ങോട്ട് സ്കൂട്ടായി. കൊച്ചിനെ വിട്ട് അച്ഛൻ മുങ്ങി. അതെ, എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യാം. മോനെ, അച്ഛന്റെ ഫോൺ നമ്പർ അറിയോ? അപ്പൊ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. പാപ്പിച്ച ഫോൺ ഒന്ന് എടുത്തേ. അല്ല, എന്റെ ഫോണിൽ പൈസ ഇല്ല. എന്താ പാപ്പിച്ച ഇത്? ഉത്തമ ഒന്ന് ഫോണിൽ നിന്ന് വിളിക്കും. ഇല്ല, അത് ഫോണ് വിളിക്കേ. നിന്റെ ഫോണുണ്ട്, ഞാൻ തന്നെ വിളിക്കാം. മോൻ നമ്പർ പറഞ്ഞടാ. മോനെ നമ്പർ പറഞ്ഞേ. 9946662544. അയ്യോ മോളെ, ഈ ജാങ്കോ കട്ട് ചെയ്യാണല്ലോ. എടുക്കണില്ലേ? ഇല്ല, കട്ട് ചെയ്തോണ്ടിരിക്കാ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം. അമ്മയുടെ നമ്പർ അറിയോ? എന്നാ നമുക്ക് അമ്മയെ ഒന്ന് വിളിച്ചു നോക്കാം. ഇവിടെ ഫോണില് നേരത്തെ ബാലൻസ് ഇല്ല എന്നല്ലേ പറഞ്ഞേ? അല്ല, ഞാൻ ലോൺ എടുത്തു, 10 രൂപ ലോൺ എടുത്തു. ഓ, വളരെ ബുദ്ധിമുട്ടണമെന്നില്ല പാപ്പിച്ച, കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ബുദ്ധിമുട്ടണമെന്നില്ല. ഹണി, ഞാൻ വിളിച്ചോളാം. മനസ്സിലായി എന്തിനാണ് ഉദ്ദേശം? മോൻ നമ്പർ പറയണ്ട, ഡയൽ ചെയ്താൽ മതി. പറയണ്ട, ഉദ്ദേശങ്ങളൊന്നും ശരിയല്ല. പറയണ്ട, ഡയൽ ചെയ്താൽ മതി. ആന്റിക്ക് എടുത്തു. ആന്റി റിങ്ങിണ്ട്, എടുക്കണില്ലെന്ന്. എടുക്കുന്നില്ലേ? ഇല്ല.
ചിലപ്പോ ഇതിൽ വിളിച്ചെടുക്കും. അത് വേണ്ട, ഇതിൽ വിളിക്കുമ്പോ ആന്റിമാരുടെ നമ്പർ ഉണ്ടേ തന്നെ. ഇല്ല, ഇവിടെ ഇനി ആരുടെയും നമ്പർ കൊടുക്കണില്ല. ആ നമ്പർ കൈവച്ചാ മതി. വേറെ ആരുടെങ്കിലും നമ്പർ ഉണ്ടോ? അമ്മൂമ്മയുടെ ഉണ്ട്. അമ്മൂമ്മയുടെ നമ്പർ. അപ്പൊ അതെ, പാപ്പച്ചാ, ഒന്ന് വിളിച്ചേ. അമ്മൂമ്മയുടെ നമ്പറിലേക്ക്. ബാലൻസ് ഇല്ലാന്ന് പറഞ്ഞില്ലേ? ലോൺ എടുത്തില്ലേ? അത് കിട്ടിയില്ല കാശ്. പോയെന്ന് ഞാൻ എന്തൊരു മനുഷ്യനാണ്. ഉത്തമനുണ്ട്, ഉത്തമ. എന്താ വിളിച്ചാല് ഒരു കണക്ഷൻ കിട്ടണല്ലോ. മുതലാളി പറയാൻ ഞാൻ എന്തും ചെയ്യും. വിളിക്ക്. നമ്മനെ നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തറ. 88 കൊച്ചടിച്ചു കൊടുക്ക്. ആ മതി. വിളിച്ച് സംസാരിക്കും. എന്താ പേരെന്താ പറഞ്ഞ? മറിയ. മറിയ, മറിയ. ഹലോ, ഹലോ, മറിയല്ലേ? അല്ല മറിയല്ല, തിരികെയല്ല, ഞാൻ അവിടെ നേരെ ഇരിക്കുക. ആരാ? മറിയല്ലാന്ന്. കണ്ടത്തിൽ മറിയാണോ? കണ്ടത്തിൽ മറിയാ, ചോദിക്ക്. കണ്ടത്തിൽ മറിയല്ലേ? അല്ല, ഞാൻ ചെളിക്കകത്ത് പൂണ്ടിരിക്കുക. ആരാടാ ഇത്? ഹലോ, ആ പറ. നിങ്ങളുടെ കുട്ടി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. നമ്മൾ പറയുന്ന തുകയുമായി വന്നാൽ നിങ്ങൾക്ക് കൊച്ചിനെ തിരിച്ചു തരുന്നതായിരിക്കും. പോലീസിനെ വിളിക്കാൻ ശ്രമിക്കണ്ട. ശ്രമിച്ചാൽ കുട്ടിയെ നിങ്ങൾ കാണില്ല. ഇവിടെ മരമണ്ട, താൻ പറയണ കേട്ടാ തോന്നുന്നു കൊച്ചിനെ നമ്മൾ തട്ടിക്കൊണ്ട് വന്നു. പോലീസ് നമ്മളെ വന്ന് പിടിക്കില്ലേ? സിനിമയിലൊക്കെ എങ്ങനെയല്ലേ ഉണ്ടാവാറത്? സിനിമയില് ഈ നമ്പർ ട്രേസ് ചെയ്ത് ഇവിടെ പോലീസ് വന്ന് താൻ അടി മേടിക്കണോ? മേലാലത്തെ കടയിൽ കയറി പോകരുത്. ചോദിച്ചാൽ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത എങ്ങനെ കൊല്ലാരും കൂടെ ഒന്ന് രക്ഷിക്ക് പ്ലീസ്. അതെ, നമുക്ക് വല്ലോ രേഖാചിത്രം പോലെയൊക്കെ വല്ലോ വരച്ചാലോ ഈ കൊച്ചിന്റെ ജാങ്കോ ബ്രോ? ഗുഡ് ഐഡിയ. ഞാൻ വരക്കണ ആളാ, ആർട്ടിസ്റ്റാണ് ഞാൻ. ആണല്ലേ? അപ്പൊ പോയി പേപ്പറും പെൻസിലും എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് നമുക്ക് ഇത് വരച്ച് വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ അറിയല്ലോ. എന്നെ സമ്മതിക്കണല്ലോ, എന്നാ ബുദ്ധിയാ. ഇപ്പൊ റെഡിയാക്കി തരാം. നിസ്സാര കേസ്. മോളെ, മോളുടെ പപ്പ എങ്ങനെ ഇരിക്കും? കുറച്ച് വണ്ണം. വണ്ണം കുറവാണ്. വണ്ണം കുറവാണ് കേട്ടോ. ഓക്കേ. പിന്നെ പിന്നെ കുഞ്ഞു തല. ചെറിയ തല. മൂക്ക് എങ്ങനത്തെ ആയിരിക്കും? ക്യാരറ്റ് പോലത്തെ. ഓക്കെ, ഒരു മിനിറ്റ്. ക്യാരറ്റ് പോലെ ഇരിക്കണം. അതെ അതെ. വണ്ണം കുറവ്, വലിയ തല, ക്യാരറ്റ് പോലെ ഇരിക്കണ മൂക്കാത്ര. കണ്ണുകളോ? കണ്ണുകള് കുഞ്ഞു തന്നെയാ. കുഞ്ഞന് കുന്നിക്കുരു പോലത്തെ കണ്ണ്. അങ്ങനെ തന്നെയാണോ? അത് തന്നെ ആയിരിക്കണം. കുഞ്ഞ്. മീശ ഉണ്ടോ ഡാഡിക്ക്? ഉണ്ടല്ലോ. കുറച്ച്. കുറച്ചുണ്ട്. ഒരു പൊടിക്ക്. ചുണ്ട് എങ്ങനെയാണ്? ചെറുത്? ചുണ്ട് ചെറുത് തന്നെ. ചെറിയ ചുണ്ട്. മുടി എങ്ങനത്തെയാണ്? ചുരുണ്ട മുടിയാണോ നീളം മുടിയാണോ? ഭയങ്കര വലിയ നീണ്ട മുടിയാ. നീണ്ട മുടിയാണ്. ഓക്കേ. ചെവി, ചെവി അല്ലേ? ചെവിയോ? ചെവി എന്റെ പോലെ ആനയെ ചെവിയാ. ആനച്ചെവി. ആനച്ചെവിയാണ്. ശരി, ഓക്കെ, ആയിക്കോട്ടെ. ആകെ മൊത്തത്തിൽ കാണാൻ മനുഷ്യനെ പോലെ ഇരിക്കുമല്ലോ അല്ലേ? ഓക്കെ, കഴിഞ്ഞ്. പക്ഷെ ഇത് പൂർണ്ണമായി എന്ന് ഞാൻ പറയില്ല, കാരണം എനിക്ക് ഒരു 5 മിനിറ്റേ കിട്ടിയുള്ളൂ. പെട്ടെന്ന് റെഡിയാക്കിയതാണ്. എന്തായാലും എന്റേതായ ഒരു മനസ്സിൽ വന്ന ഒരു രൂപം ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇരുന്നാ മതി കാണാൻ. വേണ്ട, ഒരു രൂപരേഖ മതിയല്ലോ നമുക്ക്. അതെ അതെ, പോർട്രേറ്റ് മാത്രമാണ്. കറക്റ്റായിരിക്കും. ഓക്കെ, കഴിഞ്ഞ്. പക്ഷെ ഇത് പൂർണ്ണമായി എന്ന് ഞാൻ പറയില്ല, കാരണം എനിക്ക് ഒരു 5 മിനിറ്റേ കിട്ടിയുള്ളൂ. പെട്ടെന്ന് റെഡിയാക്കിയതാണ്. എന്തായാലും എന്റേതായ ഒരു മനസ്സിൽ വന്ന ഒരു രൂപം ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇരുന്നാ മതി കാണാൻ. വേണ്ട, ഒരു രൂപരേഖ മതിയല്ലോ നമുക്ക്. അതെ അതെ, ഇതൊരു പോർട്രേറ്റ് മാത്രമാണ്. സാധനം ഓക്കെ അല്ലേ? കുട്ടിയൊന്ന് കാണിക്കൂ. ഇത് കൊച്ചിനെ കാണിക്കണോ? കാണിക്കൂ, അവളുടെ അച്ഛനല്ലേ. എങ്ങനെയുണ്ട്? എന്റെ ഉന്നം പിഴച്ചില്ല, അത് കുട്ടിയുടെ അച്ഛനാണ്, അതാണ് അവള് കരയുന്നത്. എന്റെ അച്ഛനല്ല. അല്ലേ മോനെ, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആനച്ചെവി, ക്യാരറ്റ് മൂക്ക്, വലിയ കണ്ണുകൾ, നീണ്ട മുടി, വണ്ണം കുറവ്, എല്ലാം ഉണ്ടല്ലോ. ബേബിച്ച, ഇതെന്താണ് ആനുവൽ പ്ലാനറ്റോ? കൊണ്ടേ കളഞ്ഞ ഇതെന്റെ അച്ഛൻ കണ്ട വീട്ടിൽ കേറില്ല. പോലീസ് ഇപ്പൊ വരും. ഒന്ന് എന്നെ കരയല്ലേ? ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവതാർ. അതെ, കരയല്ലേട്ടാ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കൊച്ചിന്റെ ജാങ്കോ ബ്രോയിനെ ഇപ്പൊ ഒന്നോടൊന്ന് വിളിച്ചു അവസാനായിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. മോള് കരയില്ലട്ടാ. അച്ഛൻ ചിലപ്പോ ഫോൺ എടുത്താലോ? ഒന്ന് വിളിച്ചു നോക്ക്. നീ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്തു. ഹലോ ഹലോ ഹലോ, നിങ്ങളുടെ മോൾ ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഈ മോളില്
നിങ്ങൾ എവിടെയാ? കുറെ നേരം കൊണ്ട് ശല്യം ചെയ്യണല്ലോ. ഒരു ജോലി എടുക്കാൻ സമ്മതിക്കത്തില്ലേ? ഇതാരാ ഇത്? നല്ല പരിചയമുണ്ടല്ലോ ഈ ശബ്ദം. ഇത് റെമോ റെമോ. ഹലോ റെമോ. ഓ എടാ ചതിയാ, നീ എന്നോട് എന്ത് പറഞ്ഞാടാ ജോലിക്ക് കയറിയത്? നീ കല്യാണം കഴിച്ചിട്ടില്ല, നിനക്ക് കുട്ടിയും കുടുംബം ഒന്നും ഇല്ലാന്ന് പറഞ്ഞല്ലേടാ ജോലിക്ക് കയറിയത്? സത്യമായിട്ട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്കൊരു കുട്ടികളും ഇല്ല. പിന്നെ നിന്റെ ആന്നും പറഞ്ഞൊരു കൊച്ചു ഇവിടെ വന്ന് നിപ്പുണ്ടല്ലോ, അതിന്റെ അച്ഛനാന്നും പറഞ്ഞ് ഈ നമ്പറാണ് തന്നത്. അതാരാ? ഏത് കുട്ടി? നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാനിപ്പോ ഇവിടെ ഉണ്ട്, കടയിലുണ്ട്. എടാ ഇത്രയും ബഹളം കേട്ടിട്ട് നീ പിന്നെ എന്നാ പുറത്തേക്ക് വരാത്ത? ഇങ്ങോട്ട് ഇറങ്ങി വേണോ? ഞാൻ അങ്ങനെ ബഹളം കെട്ടുന്ന വരത്തില്ല. എന്താ ഇത്? ഒരു വർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല, പ്ലീസ്. ഇതേതായി കൊച്ചു? ഇതോ നോക്കട്ടെ, ഇതേതാ കൊച്ചു? എനിക്കറിയില്ല. മോളെ ഇതാരാ? ഇതാരാന്നോ? ഞാൻ ഇത്ര നേരമായി മോളെ അന്വേഷിച്ച് നടക്കണു. ഞാൻ ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി നേരത്തെ അങ്ങ് മാറിയതല്ലായിരുന്നോ? എക്സ്ക്യൂസ് മീ, നിങ്ങളാണോ ചങ്ക് ബ്രോ? ഞാനാണ് ചങ്കു ബ്രോ. അയ്യോ, ഇതാണ് മോളുടെ ചങ്ക് ബ്രോ. ഇതൊന്നും ചങ്ക ബ്രോ. നമ്മള് രാവിലെ വീട്ടിൽ നിന്ന് പോന്നപ്പോ ഞാൻ ഈ നീല ഷർട്ട് അല്ലായിരുന്നോ ഇട്ടാർന്നേ? ഇട്ടാർന്നു. ഞാൻ ഈ നീല ജീൻസ് അല്ലായിരുന്നോ ഇട്ടാർന്നേ? ഈ പച്ച ഷൂ അല്ലായിരുന്നോ ഇട്ടാർന്നേ? പിന്നെ എന്നാർന്നു കാണാതെ ഇരുന്നാർന്നേ? പക്ഷെ എന്റെ ചാക്കപ്പാപ്പയുടെ മകൻ ഇങ്ങനെയൊന്നല്ല. അയ്യോ മുളിക്ക് വന്നേ, ഇങ്ങനെ വന്നേ, അങ്കിള് വരട്ടെ. പൊന്നുമോളെ, ഇത് മോടെ പപ്പ തന്നെയാണ്. നിങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇതിൽ ഇങ്ങനെ നടന്നില്ലേ? അന്നേരം ഇത്രയും മുടി വെച്ച് പപ്പയെ കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം, തലയിൽ ഒരു താജ്മഹൽ പണിതാൽ എന്താ എന്നൊരു ആഗ്രഹം. അങ്ങനെ പണിയാൻ വേണ്ടി കൊണ്ടുപോയി പണിതു, ഒരു ഗാർഡനും ഫിറ്റ് ചെയ്ത് കൊടുത്തു. എങ്ങോട്ട്? സൂപ്പർ അല്ലേ? പിന്നെ ഇവിടെ ഇത്രയും ബഹളം ഉണ്ടായിട്ട് നിങ്ങൾ പിന്നെ എന്താ പുറത്തേക്ക് ഇറങ്ങി വരാണ്ടിരുന്നത്? തനിക്ക് ഒരു മനസാക്ഷിയില്ലേ? കൊച്ചു വിട്ടിരിക്കണ അറിയാൻ പാടില്ലേ? പുറത്തേക്ക് വരാൻ പാടില്ലേ? അച്ഛനാണോ താൻ? അച്ഛനാ? ഞാൻ എങ്ങനെ പുറത്തിറങ്ങി വരും? ഇവൻ എന്നെ കസാര കെട്ടിയിട്ടല്ലേ ഇതൊക്കെ എല്ലാം ഉണ്ടാക്കിയത്. അത് ശരി. കരയത്തില്ല. വായിക്കത്ത് സ്പോഞ്ച് വെച്ചിരിക്കായിരുന്നു ഞാൻ. ഇതിപ്പം കൊച്ചിന് അച്ഛനെ കിട്ടിയ സ്ഥിതിക്ക് എടുത്തോ, നിങ്ങൾ സന്തോഷം. പോവാൻ നോക്ക്. പോലെ ശകലം ചില്ലറ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പാടോ? നിന്നെ ഞാൻ കാണിച്ചുതരാം. റമോയ്ക്ക് ഇത് അത്യാവശ്യമായിരുന്നു. സന്തോഷായല്ലോ. താജ്മഹൽ പണി ഇങ്ങൊന്നേ അത്യാവശ്യമായിട്ടെ ഒരു 2 താജ്മഹൽ ഇനിയും പണിയാൻ. ഞാൻ ലീവാ, എനിക്ക് ലീവ് വേണം. ഞാൻ കേട്ടോ. എന്ത് ഭംഗിയത്! ഇതാണ് മാള്. ഓ, അതെനിക്ക് അറിയാൻ പാടില്ലേ? എന്തോന്ന്? ഞാൻ പറ്റുമ്പോൾ നല്ല രസവും ഭംഗിയാണെന്ന്. എന്റെ പൊന്ന, നിന്റെ മോടെ കാര്യമല്ല പറഞ്ഞു. ഇപ്പോഴത്തെ ഇത് മാളാണെന്ന്. നമ്മൾ ഈ ഓഡീഷന് വന്നിരിക്കുന്ന മാള്. അമ്മേ നോക്ക് അമ്മ, നല്ല ചുരിദാർ നമുക്ക് ഒന്നുപോയി നോക്കാം. അയ്യോ നൈറ്റി അല്ലേ, ഇത് ഗൗണാ. ചേട്ടാ നമുക്കത് നോക്കിയാലോ? ഞങ്ങൾ ഒന്നുപോയി നോക്കിയോട്ടെ. നോക്കിക്കോ. അവിടെ നിന്നല്ല, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് വെളി ഫുട്പാത്തിൽ നിന്ന് മേടിച്ചു. ഭയങ്കര പോയി നോക്കാം. നമ്മുടെ കൂടെ 2 വേട്ടാവളിമാർ വന്നായിരുന്നു. എനിക്കറിയാൻ പാടില്ല. ഇതിനകത്തോട്ട് വന്നിട്ട് ഞാൻ ബിജു സജി എവിടെയെന്ന് എനിക്കറിയാമോ? എന്റെ തൊട്ട് പുറകെ ഉണ്ടായിരുന്നേ. വന്നിരിക്കുന്ന സ്ഥലം ഒരു എവിടെ പോയിരിക്കും? ഇവിടെ വന്ന കാര്യം നടത്തരുത്. നിങ്ങൾ അങ്ങനെ അതിന്റെ മേളിൽ കയറിയാ? എന്റെ പൊന്നു കുട്ടഞ്ചേട്ടാ, മാളിന്റെ ഫ്രണ്ടിൽ അന്യായ പ്രശ്നം. അത് കാരണം മാളിന്റെ പുറകിൽ ഒരു പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പ് വഴി വലിഞ്ഞു കയറി വന്നതാ. ഭ്രാന്തന്മാര് പൈപ്പ് വഴി വലിഞ്ഞു കയറിയാന്ന് അവിടെ എടാ, നിങ്ങൾ ഇറങ്ങി നമുക്ക് അങ്ങനെ ഇറങ്ങിച്ചല്ല. ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞല്ലേ ഈ മണ്ടന്മാരെ കൂടെ കൊണ്ടുവരാന്ന്. കുട്ടഞ്ചേട്ടാ ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. മാളിന്റെ ഫ്രണ്ട് തുറന്നു നോക്കി കഴിഞ്ഞപ്പോ പടിയൊഴുക്ക് ഇങ്ങനെ ഒഴുകി വരികയാണെന്ന്. പടി ഒഴുകി വന്നപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി മാറി നോക്കിയപ്പോ 4 പേരാണ് ഈ പടിയിൽ ഇങ്ങനെ നിന്ന് ഒഴുകി വരുന്നത്. ഇത് കണ്ട് ഞാൻ ഓടിപ്പോ 2 പേരെ വലിച്ചു താഴത്തേക്ക്. 2 പേരെ ഞാനും രക്ഷിച്ച്. ഇവൻ രക്ഷിച്ച 2 പേരുടെ പല്ലുപോയി. ഞാൻ രക്ഷിച്ച 2 പേര് മൂക്കും കുത്തി വീണ് എനിക്ക് തടിക്കുകയും ചെയ്തു. ഈ കാലത്ത് ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുള്ള കുട്ടൻ ചേട്ടാ. അയ്യോ എന്റെ ചേട്ടാ, അത് പടിയൊഴുക്കൊന്നും അല്ല, അതാണ് എസ്കലേറ്റർ. ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ സാധനം. നിങ്ങളെ കറഞ്ഞിട്ട് കാര്യമല്ല, നമ്മൾ വന്നതിന്റെ ഉദ്ദേശം അറിയാമോ? എടാ, നാളെ നമ്മുടെ നാട്ടിൽ വന്നൊരു വണ്ടി വന്നില്ലേ, പാട്ട്. ആ പാട്ടുവണ്ടി
അന്ന് നമ്മളോട് എന്തോ പറഞ്ഞ ഇന്ന് ഇവിടെ മാളിൽ വന്നാൽ നമുക്ക് ഇവിടെ ഒരു ചാൻസ് തരാന്ന്. അല്ല അന്ന് ഒരു ചാൻസ് തന്നല്ലേ? നമ്മളത് വിജയിച്ചില്ലേ? നമ്മൾ പിന്നെന്താ വിജയിച്ചില്ലേ? ഇന്നാണ് അതിന്റെ വലിയ ചാൻസ് കിട്ടുന്നത്. ഇന്നാണ് വലിയ മത്സരം, ഇന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി ഞാൻ തകർക്കും. അത് ഞാൻ പൊളിക്കും. എന്നാ ഞാനത് കലക്കും. കാലവാരി അലക്ക് ഞാൻ പറഞ്ഞത് കേട്ടാ. ആ ദേ, 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 ദേ. ഇത് ആ നമ്മൾ പറഞ്ഞ സാറ് അന്നുണ്ടായിരുന്നു. ഈ സാർ നീ വന്നേ വന്നേ. അയ്യോ, ഇത് എന്താ ഇത്? ഇളക്കത്താലി, നാഗമണി തല, ഇത് വളക്കടയല്ല, മ്യൂസിക് നടത്തുന്ന തല. ഒന്ന് മാറിക്ക അവിടുന്ന്. നമസ്കാരം. ഞങ്ങളങ്ങനെ ദൂരേന്ന് തന്നെയാ. ഞങ്ങളുടെ ഒരു ബാൻഡ് ഉണ്ട്. പഴങ്കഞ്ഞി. പഴങ്കഞ്ഞിയാ? അല്ല, ബാൻഡിന്റെ പേരാ പഴങ്കഞ്ഞി. അപ്പൊ ഞങ്ങൾ പഴമയാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ശരി, ഞങ്ങൾ തുടങ്ങട്ടെ. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയും എല്ലാം എടുത്തോ. തുടങ്ങാം. പ്രളയക്കുരുതിയിൽപ്പെട്ട് പുതുമ നഷ്ടപ്പെട്ട പഴമ തേടി ഞങ്ങൾ എത്തുന്നു, ടീം പഴങ്കഞ്ഞി. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്ന പാട്ട് അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലെ തമരടിക്കണ കാലമായിടി എന്ന് തുടങ്ങുന്ന ഗാനം അവതരിപ്പിക്കുന്നു, ടീം പഴങ്കഞ്ഞി. തമരടിക്കണ കാലം ആയടി തീയാമേ, കാശിന്റെ ക്ഷാമം തീർന്നടി. തമരടിക്കണ കാലം ആയടി അടിയാമേ, കാശിന്റെ ക്ഷാമം തീർന്നടി. തമരടിക്കണ കാലം ആയടി അടിയാമേ, കാശിന്റെ ക്ഷാമം തീർന്നടി. അടിയാമേ, കാശിന്റെ ക്ഷാമം തീർന്നടി. ഇനിയുണ്ടോ? വെറൈറ്റി ഉണ്ടോ? വേറെ ഉണ്ടോ? ഇനിയുണ്ട്. കേക്കാം, നോക്കാം. അടുത്ത വെറൈറ്റി മാണിക്യമലരായി. മാണിക്യമലരായ പൂവി, മഹദിയാം ഖദീജ ബീബി. മാണിക്യമലരായ പൂവി, മഹദിയാം ഖദീജ ബീബി. മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടുന്ന നാരി, വിലസിടുന്ന നാരി. കൽവിനുള്ളിൽ കണ്ട നേരം കൽവിനുള്ളിൽ മോഹമുദിച്ചു. മാണിക്യമലരായ ഭൂമി, മകരിയാം ഖദീജ ബീവി. മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടുന്ന നാരി. നിർത്തി എന്താണ്? വെറൈറ്റി വിത്ത് വിഷ്വൽ എഫക്റ്റ്. ബാൻഡോ? പഴങ്കഞ്ഞി ബാൻഡ്. ഓഡിഷന് പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? പഴങ്കഞ്ഞി ടീമാ. നിങ്ങളുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നിങ്ങളെ ഏറ്റവും നല്ലത് പഴമയിലേക്ക് അങ്ങനെ സഞ്ചരിക്കുന്നതാണ്. അതിനൊരു വഴി എങ്ങനെയാന്ന് വെച്ചാൽ ഇതിലങ്ങോട്ട് നേരെ അങ്ങോട്ട് പോവാ. ഓക്കെ, നേരെ ആ വളയൊന്നും ചെയ്യരുത്. നേരെ അങ്ങോട്ട് പോയി കഴിയുമ്പോ ഒരു ഗേറ്റ് കാണും. അതിന് വലത്തോട്ടും ഇടത്തോട്ടും ഒരു വഴിയുണ്ട്. ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ട് ചൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് പഴമയിലേക്ക് അങ്ങോട്ട് പോവാം. നല്ല ഐഡിയ. തെയ്തോം തെയ്യത്തോം തെയ്തോം തെയ്യത്തോം തെയ്യോം തെയ്യത്തോം തെയ്യോം തെയ്യത്തോം. യുവത്വത്തിന്റെ പ്രസരിപ്പുമായി മലയാള സിനിമയിൽ സജീവമാവുകയാണ് ഈ നടൻ. നമുക്ക് വെൽക്കം ചെയ്യാം അനീഷ് ജി മേനൻ. ഇപ്പോ ഒട്ടേറെ സിനിമകളിൽ അനീഷിനെ കാണാം. എല്ലാ സൂപ്പർ സ്റ്റാർ ഫിലിംസിലും ഉണ്ട്. അതെ.
ഏറ്റവും പുതിയ വിശേഷം ഇപ്പോ കായംകുളം കൊച്ചുണ്ണിയാണ്. അതെ അതെ. ലാലേട്ടൻ, നിവിൻ പോളിയ, ഒരു ഹോൾ ക്രൂ. റോഷൻ ആൻഡ്രോസ് ആണ് ഡയറക്ടർ, ബോബി സഞ്ജയ് ആണ് സ്ക്രിപ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ? റോഷൻ ആൻഡ്രൂസ് സാറിന്റെ പോലുള്ള ഒരു ഡയറക്ടറെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ. ഇപ്പൊ തുടക്കക്കാരന് പ്രത്യേകിച്ച് ബോബി സഞ്ജയ് അല്ലെ സഞ്ജയ് ചേട്ടൻ പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. സഞ്ജയ് ചേട്ടന്റെ റിലേറ്റീവ് രവി മാത്യു എന്റെ കോട്ടയം എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, ഒരു ഓഫ് ബീറ്റ് എന്ന് പറയാനുള്ള ഒരു വേറൊരു ജോണറിൽ പോകുന്നൊരു മൂവിയാണ്. ആ മൂവിയുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് സഞ്ജയ് ചേട്ടൻ എന്നെ റോഷൻ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റോഷൻ സാർ മൂവി കണ്ടു എന്ന് വിചാരിക്കുന്നു. റോഷൻ സാർ എന്നെ വിളിച്ചു, ക്യാരക്ടർ ഫിക്സ്. ലൊക്കേഷൻസ് എവിടെയായിരുന്നു? ലൊക്കേഷൻസ് ഗോവ ഉണ്ടായിരുന്നു, ശ്രീലങ്ക ഉണ്ടായിരുന്നു, മംഗലാപുരം, കാസർഗോഡ്, ഇങ്ങനെ കറക്കായിരുന്നു മൊത്തം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആർക്കും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത്. ഈ മാളിൽ ഒരിക്കലും കിട്ടാത്തൊരു പ്രോഡക്റ്റാണ്. അതായത് നമ്മുടെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളിൽ നമ്മൾ കറ പറ്റി കഴിഞ്ഞ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വലിച്ചെറിയും. എന്നാൽ ആ കറ കളയുന്ന ഒരു വിശേഷപ്പെട്ട ഒരു ഔഷധം, ഒരു മരുന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത്. എന്തൊന്ന് പരിചയിച്ചു നോക്കാം. മനസ്സിന്റെ കളറോ? മനസ്സിന്റെ കളർ, അത് മനസ്സിരിപ്പ് നന്നായിരിക്കണം, എന്നാലും മനസ്സിന്റെ കളർ പോകും. പ്ലീസ് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. സിനിമ കീറിയ ഡ്രസ്സ് കൂട്ടുണ്ട്, നല്ല ഡ്രസ്സാണ്. പ്ലീസ് ഒന്ന് ഉപയോഗിക്കൂ, പരീക്ഷിക്കാം. വേണ്ട, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതായത് എല്ലാ കറകളും പോകും, എല്ലാ കറകളും. പ്ലീസ് ആർക്കെങ്കിലും പരീക്ഷിക്കാം, പ്ലീസ് ആർക്കെങ്കിലും പരീക്ഷിക്കാം. കറ കളയുന്ന ഒരു വിശേഷപ്പെട്ട ഒരു മരുന്നാണ് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു. പ്ലീസ്. ഹലോ, ഹലോ, എന്താ ഞാനങ്ങനെ മാളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. ഹലോ, അത് ഇവിടെ ബാങ്ക് എവിടെയാണ്? മേളിൽ? അത് 5ാമത്തെ നിലയിൽ. അവിടെയാണോ? നമുക്ക് ഒന്നിലെ ലിഫ്റ്റില് പോവാം, ഇവിടെ ലിഫ്റ്റ്, അല്ലെങ്കിൽ സ്റ്റെപ്പ്. ഒരു ഇന്റർവ്യൂ ഉണ്ട് ബാങ്കില്. ഇന്റർവ്യൂ. അത് ശരി. കാത്തിരുന്നൊരു ജോലി കിട്ടാൻ പോവാ. നമസ്കാരം. നമസ്കാരം. അല്ല, എന്താണ് പേര്? 10 മണിക്ക് ഇന്റർവ്യൂ ആണോ? വിശ്വൻ. എവിടെ ഇന്റർവ്യൂ? ബാങ്കിൽ. ബാങ്കിൽ ഇന്റർവ്യൂ അല്ലേ? വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്? പിന്നെ ഞാൻ MBA കാരനല്ലേ. അതെ തന്നെ. എന്റെ അഹങ്കാരമില്ല കേട്ടോ. ജോലി കിട്ടും ഈ ജോലി? പിന്നെ തീർച്ചയായിട്ടും ഞാൻ നല്ലോണം പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. തന്നെ. പക്ഷെ പറയുന്നോണ്ടെന്ന് തോന്നുന്നത് താങ്കൾക്ക് ഈ ജോലി കിട്ടില്ല. അതിനോട് താനാണോ എന്റെ ജോലി കിട്ടില്ല തീരുമാനിക്കുന്നത്? നല്ലോണം അന്തസ്സായിട്ട് പഠിച്ചിട്ടാണ് ജോലി. നമുക്ക് ജോലി കിട്ടില്ല ഇങ്ങനെയാണോ തീരുമാനിക്കുന്നത്? എത്ര വയസ്സായി ഇപ്പോ? എനിക്ക് 40 വയസ്സായി. എന്റെ ആകെ ഒരു പ്രതീക്ഷയാണ് ഇനി എനിക്ക് ജോലി കിട്ടാൻ സാധ്യതയില്ല. അല്ല, വിദ്യാഭ്യാസം മാത്രം പോരാ, നമ്മുടെ ഇന്റർവ്യൂ നീറ്റ്നെസ് എന്തായാലും ശ്രദ്ധിക്കും. അതെ, തീർച്ചയായും. ഈ കറ പിടിച്ച ഷർട്ട് ഇട്ടുകൊണ്ട് ഇന്റർവ്യൂവിൽ പോയാൽ നിങ്ങൾക്ക് എങ്ങനെ ജോലി കിട്ടും? എവിടെ കറയുണ്ട്? ഇവിടെ കറയുണ്ട്. അയ്യോ, കറണ്ട്. കറുപ്പ് കളർ. പിന്നെ കറയുണ്ട്. ഈ കറയുള്ള ഷർട്ടോട് എന്റെ സുഹൃത്ത് നിങ്ങൾക്ക് തലയ്ക്ക് പണി പാളിയല്ല. എങ്ങനെയാ വന്ന? ബസ്സിനാ? നല്ല ഷർട്ടായിരുന്നു. ബസ് എവിടുന്ന് പറ്റിയെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ പറ്റിയ സമയത്താണ് എന്റെ അടുത്ത് ഒന്ന് ചാടിയത്. കാരണം ഈ മരുന്നെന്ന് പറയുന്നത് കറ കളയുന്ന ഒരു മരുന്നാണ്. ഈ മരുന്നെടുത്ത് ഞാൻ വേണം ഒന്ന് ട്രൈ ചെയ്യാം. അതായത് ഈ മരുന്ന് ശകലം നമ്മുടെ ഈ തുണിയിലോട്ട് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ അല്പം വെള്ളത്തിലോട്ട് കണ്ടെങ്കിൽ അല്പം ഒന്ന് ചാലിക്കണം. അത് നിങ്ങൾ പേടിക്കണ്ട. ഇപ്പൊ ജസ്റ്റ് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് പേടിക്കണ്ട. എന്ത് പണിയാണ് കാണിച്ചത്? എന്ത് വൃത്തികേടാണ് കാണിച്ചത്? 10 മിനിറ്റ് കൂടുതൽ ഇന്റർവ്യൂ ഉള്ള സമയമുള്ളൂ. തനത് ശരിയാക്കി 4000 രൂപ വിലയുള്ള ഷർട്ട് 20% കിഴിവിന് ഞാൻ വാങ്ങിച്ചു. ഈ തല മുഴുവൻ വിഗ് ഇട്ടിട്ട് അതിന്റെ തുള്ളി കറുപ്പ് വരതിലായിട്ടില്ല. എന്റെ ഈ ഷർട്ട് ശരിയാക്കി തന്നില്ലെങ്കിൽ അത് എനിക്കാടാ സുഹൃത്തെ, ഞാൻ ഷർട്ട് ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾ സമയമില്ല. ഇതിന്റെ ഉള്ളിലൊക്കെ കുരുങ്ങുന്നുണ്ടല്ലോ. എവിടെ നിന്ന് മേടിച്ച ഷർട്ട് എന്ന് പറഞ്ഞത്? അവിടുന്ന് 4000 രൂപയ്ക്ക് 20% കിഴിവിന് മേടിച്ച ഷർട്ടാണ്. 20% കിഴിവെങ്കിലും ബന്യം നിറ 20% കിഴുത്തായിട്ടാണല്ലോ നീ നടക്കുന്നത്. നാണമില്ലടാ നിനക്ക് ഇതിലൂടെ ഇന്റർവ്യൂവിന് പോയി? ആരും കാണത്തില്ല. സമ്മാനപ്പെട്ട് ഞാൻ റെഡി ചെയ്തത്. എന്റെ പൊന്നിട്ട് എന്തോരം കഷ്ടപ്പെട്ട് പഠിച്ചാണെന്ന് അറിയാമോ നമ്മള്? ഇന്റർവ്യൂവിന് വന്നത് എല്ലാം പഠിച്ചാ? പിന്നെ പഠിക്കാണ്ട് 4 വർഷം ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ. PSC ടെസ്റ്റും എല്ലാം എഴുതിയിട്ടുണ്ട്. എന്നാലും അതല്ല. ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ? എന്നോടാ? ആയിക്കോട്ടെ, 10 മിനിറ്റ് സമയം കിട്ടല്ലോ. തവളക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഫ്രോഗ്. അത് ആർക്കറിഞ്ഞൂടാത്തത്? അറിയാം. എന്നാ വാൽമാക്രിക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ? വാൽമാക്രി. അതൊക്കെയാണ് ബാങ്കിൽ ചോദിക്കുന്നത്. അറിഞ്ഞൂടെ? ഇത് കഴിവ് റെഡിയാക്കണോ? 10 മിനിറ്റ് ഇന്റർവ്യൂവിന് അറിയാമോ? അതെ, നമുക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങളൊന്നല്ല ബാങ്കിൽ ചോദിക്കുക. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നല്ല അവിടെ ഉള്ളത്. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. എന്തോരം എക്സാംസ് എഴുതിയേക്കണ ആളാന്നറിയോ അനീഷ്? എല്ലാരും ചോദിച്ചിട്ടുണ്ട്. ചോദിക്കാൻ സാധ്യതയുള്ള PSCയിലൊക്കെ ചോദിക്കുന്ന ചോദ്യം പറയട്ടെ. പശുവിന്റെ ഇംഗ്ലീഷ് എന്താ പറയാ? കൗ. പശുവിന്റെ കുളമ്പടിക്ക് എന്ത് പറയും?
പശുവിന്റെ കുളമ്പടിക്ക് എന്ത് പറയും? കുളമ്പടി. കാടക്കുന്നു ഇതൊന്നും അറിഞ്ഞൂടാ നിങ്ങൾക്ക്. ഈ ഷർട്ട് ശരിയാക്കടാ. നിങ്ങളാരും പറഞ്ഞ ആവശ്യമില്ലാതൊക്കെ തരാം. അതൊക്കെ അത് പറഞ്ഞൂടെ? അത് പറഞ്ഞൂടെ? നിങ്ങൾ പോയിട്ട് കാര്യം ഉണ്ടാവില്ല. അതൊന്നും ചോദിക്കില്ല. പോയിട്ട് കാര്യം ഉണ്ടാവില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കും. ഇനി ചോദ്യം ആവശ്യമുണ്ടോ? ഇതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏതോ വലിയ ഏതോ ഇതിലെ എക്സാമിനൊക്കെ സംഭവമാണ്. കാക്കയ്ക്ക് ഇംഗ്ലീഷ് എന്താ പറയാ? എത്ര? അതെ. അപ്പൊ കാക്ക തൂവലിന് എന്ത് പറയും ഇംഗ്ലീഷിൽ? കാക്ക തൂവലിന് ഇതൊക്കെ അറിയില്ല. കാര്യമില്ല അതില്. നീ എന്റെ 4000 രൂപ മേടിച്ച് ഷർട്ട് വേറെ കേസൊന്നുമില്ലല്ലോ. അവിടെ പോയി തോക്കാനല്ലേ ഇന്റർവ്യൂവിന്. കാക്കത്തൂവലിന്റെ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ പിന്നെ എന്തിനാണ്? എന്റെ സുഹൃത്തെ കറ ഇല്ലാതെ നീറ്റായിട്ട് പോകാൻ പഠിക്കും ഇന്റർവ്യൂവിന്. മനസ്സിലായ? കാക്കത്തൂവലിന്റെ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ ഇന്റർവ്യൂവിന് വന്ന് നടക്കും. ഏകദേശം റെഡി ആയി. കാക്കത്തൂവലിന്റെ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, കറയുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് പോകും, ഒന്നും അറിഞ്ഞൂടാ, പിന്നെ അങ്ങോട്ട് പോയിട്ട് എന്തിനാ? ഒരു സൈഡ് ക്ലിയർ ആയി. ഒരു കാര്യമില്ലാണ്ട് ഇപ്പൊ കറോള ഷർട്ട് അറ്റ്ലീസ്റ്റ് കറയെങ്കിലും ഇല്ലാണ്ടിരിക്കണമായിരുന്നു. സുഹൃത്തെ ജോലി കിട്ടൂല നിങ്ങൾക്ക്. ഒരു കാര്യം മനസ്സിലായി എനിക്ക്. നമ്മളൊരു ഇന്റർവ്യൂവിന് വരുമ്പോഴേ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യം പഠിക്കേണ്ടതെന്ന് അറിയാം, കറ കളയാനുള്ള മരുന്ന്. അതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം. തന്റെ എത്ര ഒരുപാട് മരുന്നുണ്ട്. ഞാൻ കമ്പനി പറ്റി തീർച്ചയായിട്ടും വിവരമായിട്ട് പഠിപ്പിച്ചു. അപ്പൊ ഞാനിത് മേടിച്ചിട്ട് കറയൊക്കെ കഴുകി കളഞ്ഞിട്ട് പണി അങ്ങ് ഉപയോഗിക്കും. അനീഷേ, ഈ മോഹൻലാൽ ഫാൻസ് ഇല്ലേ, അതിലെ ചെറുപ്പക്കാർക്ക് അനീഷിനോട് ഭയങ്കര അസൂയായിരിക്കും. കാരണം ലാലേട്ടന്റെ ഫിലിംസിൽ ഹിറ്റ് പടങ്ങളിലെല്ലാം അനീഷുണ്ട്. ഭയങ്കര സ്നേഹമാണ് അല്ലേ? അതെ അതെ. അപ്പൊ എത്രമാത്രം സന്തോഷം നൽകുന്നുണ്ടത് ഈ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുക, മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ സന്തോഷമാണല്ലോ. ആൾക്കാരും ആ വലിയ സിനിമയാകുമ്പോൾ വലിയ പ്രതീക്ഷയിൽ ആൾക്കാരും സിനിമ കാണാൻ ചെല്ലും. അതിന്റെ കൂടെ നമ്മളെ ചെറുതായിട്ട് കാണുമ്പോൾ ആൾക്കാർ ഭയങ്കര ഹാപ്പിയാവും, നമ്മളും ഹാപ്പി. ഹലോ മോനെ, പിടിച്ചേ. അതെ അനീഷ്, നമ്മളല്ലേ ഈ ബുട്ടീക്കിന്റെ ഓണർ? അതെ അതെ, ഹണി ഓണറാണോ? കണ്ട പറയില്ല. അല്ല, നമ്മളല്ലേ ഈ കായംകുളം കൊച്ചുണ്ണിയിൽ 100, 500 അങ്ങനെ ഞാനാണ് 150. 100. ഹലോ, നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അതെ, അത്ര നന്നായിട്ടുണ്ടോ പടം? ആ, നല്ല ഉഗ്രം പടം. എനിക്കൊരു 32,000 രൂപ നിങ്ങൾ ഇങ്ങോട്ട് തരേണ്ടി വരും. അതേത് വകയില്? ഇത് ഗസ്റ്റാണ്, അയ്യോ അല്ല, നേരത്തെ ഞാൻ എന്റെ ഒരു 32,000 രൂപ പോയ കാര്യം പറഞ്ഞപ്പോ ആനിവിടെ ഉണ്ടായിരുന്നില്ല. അതെന്താന്ന് വെച്ചാലേ, ഞാനും ബേബിച്ചനും കൂടെ കായംകുളം കൊച്ചുണ്ണി, എന്റെ ഹസ്ബൻഡ് കായംകുളം കൊച്ചുണ്ണി കാണാൻ പോയപ്പോ അതില് കായംകുളം കൊച്ചുണ്ണി മോഷ്ടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ മുഴുകിയിരുന്നപ്പോ പുറകിലിരുന്ന ഒരു കള്ളൻ എന്റെ മാല വലിച്ചു ഊരി എടുത്തോണ്ട് പോയി. പിന്നെ കൊച്ചുണ്ണിയോടുള്ള ഒരു ആരാധനയും സ്നേഹവും ഒക്കെ എനിക്ക് കൂടുതലായത് കാരണം ഞാൻ പിന്നെ അന്ന് കണ്ണടച്ചായിരുന്നു. അപ്പൊ എനിക്ക് 32,000 രൂപയാണ് ചെലവായത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കാണുമ്പോ ഈ പൈസ എനിക്ക് തിരിച്ചു തരണം എന്ന് പറയാൻ വേണ്ടി ഇരിക്കരുത്. ചോദിക്കട്ടെ? അതെ അതെ, അത് അനീഷല്ലല്ലോ കൊണ്ടുപോയത്. അല്ല, ഇവിടെ ആരെങ്കിലും അല്ല, എന്നാലും ഒരു സിനിമ, ഒരു കള്ളനെയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ സിനിമ എടുത്ത് നമ്മൾ അതിൽ മുഴുകി പോവില്ലേ? ഒരു സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ അതിൽ മുഴുകി ഫുൾ ടൈം ഇരിക്കുമ്പോഴേ ബാക്കി എന്തൊക്കെ ചുറ്റുപാട് നടക്കണമെന്ന് ഒന്ന് തൊടുമ്പോഴൊക്കെങ്കിലും അറിയണ്ട. അറ്റ്ലീസ്റ്റ് വേണം വേണം. അപ്പൊ അങ്ങനെ മുഴുകിയിരിക്കരുത്. അങ്ങനെ മുഴുകിയിരിക്കരുത്. സിനിമയായിട്ട് കാണാൻ പഠിക്കണം എന്നായിരിക്കും പറഞ്ഞിരുന്നത്. കാണണം, അത് അനുകരിക്കാൻ ശ്രമിക്കരുത്. ഓ, ആണല്ലേ? എന്നിട്ട് ഇങ്ങനെ കാണുന്ന ആൾക്കാരോട് ഇങ്ങനെ കടം ചോദിക്കും ചെയ്യരുത്. ഈ കടമല്ല, എന്റെ നഷ്ടപ്പെട്ട പൈസയാണ്. പിന്നെ ഞാൻ അറിഞ്ഞായിരുന്നു പുള്ളിക്കാരന്റെ കല്യാണമാണ്. ഐശ്വര്യ എന്നാണ് പെൺകുട്ടിയുടെ പേര്. ഓൾ ദി ബെസ്റ്റ്. ഐശ്വര്യ അല്ലെ? എല്ലാം ഐശ്വര്യമായിരിക്കട്ടെ. കൂടുതൽ ഐശ്വര്യം ആവണമെങ്കിൽ ഈ കയ്യിന്ന് വിട്ടണം. അതല്ല, എന്റെ ബൊട്ടിക്കിൽ വന്നിട്ട് നിങ്ങൾക്ക് 2 പേർക്കും ഉള്ള ഡ്രസ്സ് ഞാൻ ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. ഞാൻ നല്ല ഡിസൈനർ ആണല്ലോ. അപ്പൊ ഒന്ന് അങ്ങോട്ട് വരണം. ഞാൻ നോക്കാം, മാക്സിമം നോക്കാം. വേണമെങ്കിൽ നമുക്ക് ജെനീനെ മേക്കപ്പ് പണിയില്ലാണ്ടിരിക്കല്ലേ? നല്ല രീതിയിൽ അപ്പൊ മാക്സിമം നോക്കാം. അതെ, നമുക്ക് അതിനെ പറ്റി ഒന്ന് സംസാരിക്കാം. ഇരുന്ന് സംസാരിക്കാം. അവിടെ എന്റെ 32,000 കുഴപ്പമില്ല, ഞാൻ കോസ്റ്റ്യൂമിൽ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെയാണ്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു കഫേ എന്ന് പറയുന്നത്. അത് മുകളില് ഒരു കാസിനോ ഉണ്ട്, അതുപോലെ അങ്ങനെ കുറെ മുകളിലേക്കൊക്കെ. ഇവിടെ നമ്മുടെ പടം ഇവിടെ അല്ലേ കളിച്ചത്?
എടാ നിന്റെ വാക്കും കേട്ടാണോ രാവിലെ ആ വെളുപ്പം കാലത്ത് ആ മഞ്ഞും കൊണ്ട് ജീപ്പേ വലിച്ചു കയറി കട്ടപ്പന വരെ വന്നത്? എനിക്കറിയാവോ അടുത്ത മാസം 16-ാം തീയതി കല്യാണം. ഞാൻ അടുത്ത ഈ മാസം പറഞ്ഞല്ലേ ഇറങ്ങിപ്പോന്നു. എന്താ ബഹളമായിരുന്നു. അവള് വെച്ചിരുന്ന പൈസ എടുത്ത് മുണ്ടും ഷർട്ടും മേടിച്ച്. അവിടെ എന്താ ഞങ്ങൾ പല കാര്യങ്ങളും പറയാം. നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ കാര്യത്തിനകത്ത് ഇടപെടുന്നത്? അവിടെ ഇരിക്കാൻ ആരാ പറഞ്ഞേ? ഇവിടെ ഇരിക്കാൻ മേലേ? പിന്നെ ഇവിടെ ഇതെന്തിനാ ഇട്ടേക്കണത്? അത് ഇരിക്കേണ്ടവരിക്കും. അപ്പൊ ഞങ്ങൾ പിന്നെ ഇരിക്കുവാണോ നിക്കുവായിരുന്നോ? വന്ന വഴി അതിന്റെ ഉള്ളിൽ കയറി ഇരിക്കണു. അതെ ഒരു ഞങ്ങള് ഇതാണോ കൊച്ചു ഇവിടുത്തെ? എന്താ കാര്യം? ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയേ. പറ്റിയെന്ന് പറഞ്ഞാൽ മതി. ഇത് എന്റെ ചേട്ടനാ കൃഷ്ണൻകുട്ടി. ഇവന്റെ മെനകെട്ട വർത്താനം കേട്ട് ഞാൻ രാവിലെ കുമ്പളിന്ന് ഞങ്ങൾ ഇറങ്ങി വന്നാ. ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിന്റെ മോന്റെ കല്യാണമായിരുന്നു ഇവിടെ എറണാകുളത്ത്. 16-ാം തീയതി എന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു ഈ 16-ാം തീയതിയാന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെ ഇവിടെ വന്നാ. ഇപ്പൊ സമയം ഇപ്പൊ ഇത്ര ആയില്ലേ? ഇപ്പൊ കുമളിക്ക് പോകും വണ്ടിയില്ല. അതാ ഇപ്പൊ പ്രശ്നം അതായിട്ട് നിൽക്കുക. അങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തു. നമ്മുടെ ഇവിടെ നിന്ന് ഗേറ്റ് അങ്ങോട്ട് കടന്ന വഴി ഒരു 100 മീറ്റർ കഴിഞ്ഞ ഒരു ലോഡ്ജ് ഉണ്ട്. നിങ്ങള് അവിടെ റൂം എടുത്തിട്ട് നാളെ രാവിലെ ഉണ്ടാവും ബസ്. അങ്ങനെ പറ്റത്തില്ലെന്നേ. നീ പറഞ്ഞു കൊടുക്ക, എന്നല്ലേ അവർക്കത് മനസ്സിലാവുള്ളൂ. അല്ല നമ്മൾ ഉദ്ദേശിച്ചതല്ല. ഞങ്ങൾ ഇവിടെ എവിടെയാനും കടന്നിട്ട് നേരം പറ്റില്ല പ്ലീസ്. നിന്റെ ഒരു ഒടുക്കത്തെ വാക്ക് കേട്ടോ. കല്യാണത്തിന് ഇറങ്ങിയതാ കേട്ടോ. കല്യാണത്തിന് ഇറങ്ങി വാക്കുകൾ എടുക്കണം നശിക്കുക. എനിക്കതല്ലെന്നാ പ്രശ്നം. സമയക്കേടെന്ന് കൂട്ടിയാ മതി. സമയക്കേട്. ഇന്നത്തെ പണിയും കളഞ്ഞേച്ച് അവന്റെ പുറകെ ചാടിയതാ. എനിക്കതല്ല പ്രശ്നം. എന്നാ പ്രശ്നം? ഞാൻ വീട്ടിൽ ചെന്നില്ലെങ്കിൽ ഇന്ന് പെണ്ണുമ്പിള്ള ഭക്ഷണം കഴിക്കത്തില്ല. അതിനാ നിനക്ക് അത്ര സ്നേഹമാണ് പെണ്ണുപിള്ളേ? സ്നേഹമായിട്ടല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വെപ്പല്ലേ ഉള്ളൂ. അത് ഞാനിങ്ങ് കൊണ്ടുവന്നില്ലേ, ഇനി അവൾ എന്നായിട്ട് കഴിക്കും. എന്നായിട്ട് കഴിക്കും? പെണ്ണുപിള്ളയൊക്കെ സൂക്ഷിച്ചോണം കേട്ടോ. ഒന്നാമത് ഇപ്പോഴത്തെ കാലഘട്ടമാ. അത് ഞാൻ സൂക്ഷിച്ചോളാം. ഞാൻ 15 വർഷമായി ഞാൻ അവളെ കെട്ടിയിട്ട് ഇതുവരെ ആയിട്ട് അവിടെ ഒരു അന്യപുരുഷന്റെ മുഖത്ത് അവള് നോക്കിയിട്ടില്ല. അതൊക്കെ ചുമ്മാതാ. അതിനാ എത്ര വലിയ ഹർത്താൽ വന്നാലും എന്ത് വന്നെന്ന് പറഞ്ഞാലും കടയുടെ പുറകെ കൂടെ ചെറിയ കച്ചവടമൊക്കെ നടക്കും. അത് നീ വിട്. അതിനൊക്കെ എന്റെ പെണ്ണുപിള്ളെ കണ്ടുപിടിക്കണം. എന്റെ പെണ്ണുപിള്ള എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമല്ലേ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്റെ പെണ്ണുപിള്ള ഞാൻ പറയുന്നതിന്റെ ഒരു അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ അവള് പോവല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഒരു മിക്സി മേടിച്ചു കൊടുത്തു കഴിഞ്ഞിടയ്ക്ക്. അതിനകത്ത് വെച്ചാൽ ഞാൻ ഈ പണിക്കൊക്കെ പോകാൻ നേരത്ത് ഞാൻ വിളിച്ചു ചോദിക്കും, ഇങ്ങനെ ഫോണിൽ വിളിച്ചു ചോദിക്കും, രമണിയെ നീ എവിടെയാടി? അപ്പോൾ അവള് പറയും വീട്ടിലാന്ന് പറയും. എനിക്ക് ഡൗട്ട് അടിച്ചിട്ട് ഞാൻ ചോദിക്കും, നീ എന്നാ മിക്സി ഒന്ന് ഓൺ ചെയ്ത്. മിക്സി ഓൺ ചെയ്യും. അപ്പോൾ അവൾ വീട്ടിലുണ്ട്. ഉച്ചയ്ക്ക് ഉണ്ണാൻ ഇറങ്ങുമ്പോൾ ഞാൻ പിന്നെയും വിളിക്കും, വീട്ടിലുണ്ടെന്ന് പറയും. മിക്സി ഓൺ ചെയ്യാൻ പറയും. അപ്പോൾ മിക്സി ഓൺ ചെയ്യും. വൈകിട്ട് മിക്സി ഓൺ ചെയ്യും. അപ്പോൾ അവൾ അവിടെ പോയല്ല, എങ്ങും പോകത്തില്ല, അവള് വീട്ടിൽ തന്നെ ഉണ്ട്. ആണോ? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നിന്റെ ബുദ്ധി കൊള്ളാം. ഈ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു പെണ്ണുമുള്ള മിക്സി ആയിട്ട് നിൽക്കണേ ഞാൻ കണ്ടായിരുന്നു. ചേർത്തിലാലും ആ പെണ്ണുമുള്ള തന്നെ നിൽക്കണ കണ്ടായിരുന്നു. ഞാൻ കാണുമ്പോഴൊക്കെ ആ പെണ്ണുമുള്ള മിക്സി ഉണ്ട്. അത് നിന്റെ പെണ്ണുപിള്ളയാണോ? ഇത് പഞ്ചകി ബാക്കിയുള്ള പണിക്ക് പോകുന്നിടത്ത് അവള് മിക്സിയായിട്ട് കരനിറക്കാൻ ഇറങ്ങിയേക്കുവാണോ? ഒരെണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നു. അവളെ ചെന്ന് കാലവാരി അടിക്കണ കേസ് നിർത്ത. മിനിഞ്ഞാന്ന് രാത്രി ഞാനൊരു പാർട്ടി തന്നാർന്നോ? അത് തീർ പാർട്ടിയായിരുന്നു കേട്ടോ. 2 പുള്ള എന്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന പുള്ള. ആ കൊള്ളാറ് നല്ലതാണ്. പന്നി കൊല്ലത്തീതും അത് നിങ്ങൾ അമ്മച്ചു വെച്ചല്ലേ? ഓളൊക്കെ അരച്ചു വെച്ച് കിടുക്കം കാണും. എന്നിട്ട് എന്നാ പണിയാ കാണിച്ചത്? ഞാൻ 2 നാടൻ പാട്ട് പാടി ഒന്ന് ക്ഷീണിച്ചൊന്ന് കിടന്നപ്പോഴത്തേനും നിങ്ങൾ പോയി. ചേടാ എന്ന് പറഞ്ഞു വെച്ച കാര്യമുണ്ടോ? ഈ കള്ളെല്ലാം മൂത്തി വെച്ച് അങ്ങനെ അവിടെ കിടക്കുന്നത്. പിന്നെ ഞാൻ എന്റെ ബൈക്ക് എടുത്തോണ്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് പോയി. നിങ്ങൾ വീട്ടിലോട്ട് പോയി. ഞാൻ ലാസ്റ്റ് ഓട്ടോറിക്ഷ വിളിച്ചാ പോയത്. എവിടെ? വീട്ടിലേക്ക്. എടാ നിന്റെ വീട്ടിൽ ഇരുന്നോണ്ടല്ലേ കള്ളു കുടിച്ചത്? നിനക്ക് വെളിവില്ലേ? നീ പിന്നെ അങ്ങോട്ടേ പോയത്? അയ്യോ ഞാനിങ്ങോട്ട് പോയതപ്പോ രാവിലെ വിളിച്ചപ്പോ നീ എന്റെ സ്റ്റേഷനിൽ ഇരിക്കുവാന്ന് പറഞ്ഞു. അത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ കമ്പർട്ടറിൽ തലയിൽ വെള്ളം കോരി ഒഴിച്ച് ഞാൻ ഇരിക്കുവേ. സമയം പോയി കേട്ടോ. നമുക്ക് ഇറങ്ങാനും കിടക്കാൻ നോക്കാം. തോർത്ത് വിരിച്ചങ്ങ് കിടക്കാം. അല്ല പിന്നെ ഇത് എവിടുന്ന് കിട്ടിയ തോർത്ത്? എങ്ങനെയുണ്ട്? വറുത്തരച്ചപ്പോ മല്ലി കൂടി പോയാലേ ഇട്ടുള്ളൂ. ആ കളറുള്ളത് പുതിയ ആടാ. ആ തലേണ എടുത്തിട്ട് വന്നാലേ. ആ അവരത് ഇരിക്കുക. ഇവിടെ കിടക്കാൻ പറ്റുമല്ലോ. അവിടെ മാറി ഞാൻ പറഞ്ഞാണോ കിടക്കാൻ പറ്റില്ലെന്ന്? പറഞ്ഞാണോ? അല്ലേ ഞങ്ങൾ രാവിലെ അങ്ങ് പൊക്കോളാന്ന്. അത് ഇവിടെ അല്ല കിടക്കേണ്ടത്. ഇത് അങ്ങനത്തെ ഒരു സ്ഥലമല്ല, കിടക്കേണ്ട സ്ഥലമല്ല. ഒരു കാര്യം, ഞങ്ങൾ ആ മുറിക്കാത്തവർക്ക് ആർക്കും ശല്യമില്ല. ഞങ്ങൾ അതിനകത്ത് ഒരു പെൺകുട്ടി ഇത്ര നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കല്ലോ സാധനം. മൂപ്പിക്കൊന്നും ചെയ്യല്ലോ. മൂപ്പിക്കൊന്നും പുള്ള സ്വഭാവം അറിയാൻ പാടില്ലാത്തോണ്ട്. എന്നറിയോ, ഇപ്പൊ മാളൊക്കെ അടയ്ക്കാറായി. ഇത് ആ പെണ്ണിന്റെ ലൈനാന്ന് തോന്നുന്നു. നടക്കട്ടെ കൊള്ളാം. നല്ല പരിപാടിയാ. ഞങ്ങളെ ഒഴിവാക്കിയിട്ട് കൊള്ളാം. നടത്തട്ടെ. ഓ നമ്മളെ സ്റ്റാൻഡിലാളുമ്പോ കിടന്നോളാവേ. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് മിമിക്രി എന്തോ ചെയ്യില്ലേ? അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പെർഫോമൻസ്. അപ്പൊ ഒറ്റ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.
മിസ്റ്റർ മാധവ് നായർ ലുക്കില്ലാന്നുള്ളൂ, നല്ല ബുദ്ധിയാ. നിങ്ങൾക്കറിയോ അങ്ങ് ദുബായിൽ 11 അടി ഉയരത്തിൽ ഒട്ടകത്തിന്റെ പുറത്ത് 7 സാരി വെച്ച് പല സർന്ന് കറക്കുന്ന പണിയാ. ഇത് കണ്ണപ്പട്ടൻ, ഇത് തോമസ് ഏട്ടൻ. അപ്പൊ ജോസഫ് ഏട്ടൻ ഒത്തിരി സന്തോഷം ഞങ്ങളുടെ മോളിൽ വന്നതിൽ. ഇനിയും വരണം, കല്യാണം കഴിഞ്ഞിട്ട് ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പൊ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ട്രീറ്റും കൂടെ അനീഷിന് വേണ്ടിട്ട്. സുനിലേ, താനിപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നോ പായ വിരിച്ച് പായയിലൊരു പറ